Hi friends, the Garden in the YouTube channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ പ്ലാന്റ്സിന് പടർന്നു കയറാനായിട്ട് പല സ്റ്റിക്കുകളൊക്കെ ആയിട്ട് വെക്കാറുണ്ട്. കടയിൽ നിന്ന് വാങ്ങിയിട്ട് വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും PVC പൈപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വടിക്കഷ്ണത്തിലൊക്കെ കോയർ നമ്മുടെ കയർ ഇതിങ്ങനെ ചുറ്റി ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ് മെഷ് യൂസ് ചെയ്തിട്ടൊരു സിലിണ്ടർ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചകിരിയൊക്കെ നിറച്ചിട്ട് കോയർ സ്റ്റിക്ക് ആയിട്ട് ഉണ്ടാക്കി വെച്ച് കൊടുക്കാറുണ്ട് പ്ലാന്റ്സിന് പടർന്നു കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു എക്സ്പെരിമെന്റൽ വീഡിയോ ആണ്. അപ്പോൾ ഒരു മെഷൊക്കെ യൂസ് ചെയ്തിട്ട് കോയർ സ്റ്റിക്ക് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ വേറൊരു ഐറ്റം കൊണ്ടാണ് ഇന്നത്തെ ആ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തന്നെ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യമേ തന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു നെറ്റാണ്. അതായത് ഇപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഫുള്ള് പ്ലാസ്റ്റിക് നെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇരുമ്പിൻ്റെ നെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇനി പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള മെറ്റൽ നെറ്റ് ആണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക. പിന്നെ കളർ ചൂസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഗ്രീൻ കളർ എനിക്ക് കിട്ടിയുള്ളൂ. ബ്ലാക്ക് കളർ ആണെങ്കിൽ പ്ലാന്റ്സിന് കുറച്ചും കൂടെ ഭംഗി എടുത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഗ്രീൻ കളർ ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ആ സ്റ്റിക്കിൻ്റെ ആ ഒരു ഭംഗിയായിരിക്കും കാണുക. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു വയർ ടൈ, അതായത് കേബിൾ ടൈ എന്നൊക്കെ പറയുന്ന ഇതുപോലത്തെ ഒരു ടൈ ആണ്. ഇത് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിലും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു നെറ്റ് തമ്മിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത്, അതായത് അവിടെ ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേബിൾ ടൈ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതുപോലെ കേബിൾ ടൈ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കയറൊക്കെ യൂസ് ചെയ്ത് അതിലും കെട്ടി വെക്കാം. പക്ഷേ കുറച്ചും കൂടെ വൃത്തിയായിട്ടും നല്ല ഭംഗിയായിട്ടൊക്കെ നമുക്ക് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ഈ ഒരു കേബിൾ ടൈ യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ ലോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ ഇത് ഈ ഒരു സ്റ്റിക്ക് മൊത്തം ഇങ്ങനെ ഇടയിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ ഒരു നെറ്റ് ഫുള്ള് റോൾ ചെയ്ത് ആ ഒരു കേബിൾ ടൈ യൂസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ എക്സസ് നിൽക്കുന്ന ഈ ഒരു കേബിൾ ടൈ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഒരു പോട്ടിൻ്റെ അകത്ത് പോട്ടി മിക്സ് ഒക്കെ ഫില്ല് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ സ്റ്റിക്ക് ഇതിൻ്റെ ഒരു സൈഡിലോട്ട് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ പോട്ടി മിക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാന്റ് ഏതാണ് ഇതിൻ്റെ അകത്ത് വെക്കാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ആ ഒരു സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ സ്റ്റിക്ക് ഈ ഒരു പോട്ട് മിക്സിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ ചുവട് ഭാഗം നല്ലപോലെ സ്റ്റഡി ആക്കിയിട്ട് നല്ലപോലെ ഉറപ്പിച്ച് നിർത്തി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് സ്റ്റിക്കിൻ്റെ അകത്തോട്ട് ഞാൻ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ചെറിയ ബോൾസ് ആണ്. അപ്പോൾ ഇതിനെ പറയുന്ന പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീക്ക ബോൾസ് അല്ലെങ്കിൽ ക്ലേ ബോൾസ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ക്ലേ ബോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോട്ട് മിക്സിലൊക്കെ ആഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ക്ലേ ബോൾസ് എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലേ നല്ല ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കി ഇതുപോലെ ബോൾ രൂപത്തിലാക്കി എടുക്കുന്നതാണ് ഈ ക്ലേ ബോൾസ്. അപ്പോൾ ഈ ക്ലേ ബോൾസ് ആഡ് ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും നല്ലൊരു സ്ട്രക്ചർ നമ്മുടെ സോയിലിനുണ്ടാവും. ഇപ്പോൾ ഈ ക്ലേ ബോൾസ് ഉള്ളിൽ കിടക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലത്തെ സൈസ് മാത്രമല്ല ചെറിയ സൈസിലുള്ള ക്ലേ ബോൾസും നമുക്ക് കിട്ടും. അതുപോലെ ചിപ്സ് പോലത്തെ ക്ലേ ബോൾസും കിട്ടും. അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്ലേ ബോൾസിൻ്റെ അകത്ത് ഇപ്പോൾ ഈ കാണുന്നത് പോലെ ചെറിയ ക്യാവിറ്റീസിൻ്റെ ഉള്ളിലുണ്ട്, അതായത് ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓവറായിട്ട് വാട്ടർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പോട്ട് മിക്സിൻ്റെ അകത്ത് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലേ ബോൾസിൻ്റെ ഉള്ളിലോട്ട് ആ ഓവറായിട്ടുള്ള വാട്ടർ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ പോട്ട് മിക്സ് ഒരുപാട് ചെളിഞ്ഞ് ആ ഒരു രീതിക്കായി പോവില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വാട്ടർ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നിൽക്കുമ്പോൾ പോട്ട് മിക്സ് എപ്പോഴും നല്ലൊരു കൂളായിട്ട് നിൽക്കും. അപ്പോൾ റൂട്ടിനുള്ള ആ ഒരു കൂൾനെസ് കിട്ടുമ്പോൾ റൂട്ട് നല്ലപോലെ ഗ്രോ ചെയ്യും, നമ്മുടെ പ്ലാന്റ്സിന് നല്ലൊരു ഹെൽത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഡ്രെയിനേജും നമ്മുടെ ഒരു സോയിലിന് കിട്ടും ഈ ഒരു ക്ലേ ബോൾസ് പോട്ട് മിക്സിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ക്ലേ ബോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സൈസിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഇപ്പോൾ ഈ കാണുന്ന പോലെ ചെറിയ ബോൾസ് ആയിട്ടുള്ളത് കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ വലിയ ബോൾസും കിട്ടും. പിന്നെ അതുപോലെ ഇതിൻ്റെ പൊട്ടിപ്പോയ ഇങ്ങനെ ചെറിയ ചിപ്സ് പോലത്തെ ഒരു പരുവത്തിലും കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പോട്ട് മിക്സിൽ ടോപ്പിലും അതുപോലെ ബോട്ടം ലെയർ ആയിട്ടും അല്ലെങ്കിൽ പോട്ട് മിക്സിന് ഉള്ളിലും ഒക്കെ നമുക്ക് മിക്സ് ചെയ്ത് പ്ലാന്റ്സിന് യൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ക്ലേ ബോൾസിനെ കുറിച്ചൊന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലേ ബോൾസ് നമ്മുടെ ആ ഒരു സ്റ്റിക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ മെഷീൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പല രീതിക്കും നമ്മുടെ ഒരു പ്ലാന്റ്സിന് ക്ലൈംബ് ചെയ്ത് കയറാൻ വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് ഇതുപോലത്തെ വടികളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട്, കോയർ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. അപ്പോൾ ക്ലേ ബോൾസ് എന്തായാലും നമ്മുടെ പ്ലാന്റ്സിൻ്റെ റൂട്ട്സിനൊക്കെ നല്ലൊരു ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളത് കോയർ സ്റ്റിക്കിലാക്കി, അതായത് നമ്മുടെ ഒരു സ്റ്റിക്കിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്രോത്ത് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു സ്റ്റിക്ക് ഫുള്ള് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മാർബിൾ പോത്തോസിൻ്റെ ഒരു കട്ടിംഗ് ആണ് ഇതിൻ്റെ അകത്തോട്ട് പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്.
പിന്നെ വേറൊരു പ്ലാന്റും കൂടെ വെക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലോട്ട് നമ്മുടെ ആ ഒരു കട്ടിങ് പ്ലാന്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ നേരത്തെ യൂസ് ചെയ്ത ആ ഒരു കേബിൾ ടൈ യൂസ് ചെയ്ത് തന്നെ ഇതിലോട്ട് ചെറുതായിട്ട് ഞാൻ അതിങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓവറായിട്ട് ടൈറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് അതിലോട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കാൻ പാകത്തിന് അതൊന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ സ്റ്റിക്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പ്ലാന്റ്സിനൊക്കെ നനച്ച് കൊടുക്കുമ്പോൾ ആ സ്റ്റിക്കിന് കൂടെ നല്ലപോലെ ഒന്ന് നനച്ച് കൊടുക്കുക, എന്നാൽ മാത്രമേ നമ്മുടെ ആ ക്ലൈംബ് ചെയ്ത് കയറി വന്ന പ്ലാന്റ്സ് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ വേറൊരു പ്ലാന്റും കൂടി ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന പ്ലാന്റാണ് മോൺസ്റ്റെറ പെറു എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അത് രണ്ടുമാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ് ഇന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.